വാക്സിന് മാറ്റിയിട്ടില്ലല്ലോ. ഒരു പാട്ടിന്റെ 2 വേർഷൻ അല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ആരും മാറ്റുന്നില്ല. അങ്ങനെയല്ല. ഒരു പാട്ടിന്റെ 2 വേർഷൻ. വാക്സിൻ ഒരു വേർഷൻ പാടും, സന്തോഷങ്ങൾക്ക് ഒരു വേർഷൻ പാടും. അത്രേ ഉള്ളൂ. നമുക്ക് അങ്ങനത്തെ ഒരു വേർഷൻ തുടങ്ങാൻ പറ്റി. ഇതിന്റെ പ്രൊഡക്ഷൻ ആണെങ്കിലും ക്ഷണിക്കാണെങ്കിലും അങ്ങനത്തെ ഒരു ഡെലിവറി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതല്ലാതെ ആരും മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ നമ്മൾ അറിഞ്ഞപ്പോൾ വോട്ടെവർ എന്ത് ലിമിറ്റേഷൻ. നാളെ ഒരു സിനിമ എടുക്കുമ്പോൾ അതിന്റെ ഡയറക്ടറെ മാറ്റാൻ പറ്റുമോ, അല്ലെങ്കിൽ അനുസരിച്ച് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ ഇറങ്ങിയിട്ട് പറഞ്ഞ കാര്യമില്ല. അപ്പൊ ബേസിക്കലി എന്ത് പുള്ളിയുടെ ലിമിറ്റേഷൻ എന്തുണ്ടോ അത് ചെയ്യാൻ ശ്രമിക്കും. അതല്ലെങ്കിൽ അടുത്ത സമയം നമ്മൾ അത് ബെറ്റർ ആക്കും. പടത്തിലാരുടെ വേർഷന വരാൻ പോകുന്നത്? പടത്തിലാരുടെ വേർഷന വരാൻ പോകുന്നത്? ഫിലിമിലാരുടെ വേർഷന വരാൻ പോകുന്നത്? പാട്ടിൽ ആരുടെ വേർഷനാണ് ഫിലിമിന് വരാൻ പോകുന്നത്? സിനിമയിൽ ആരുടെ വേർഷനായിരിക്കും വരുന്നത്? അത് ഡിസംബർ 20 ഫസ്റ്റ് വർഷം ഞാനും എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുക. ഉണ്ടോ? എനിക്കറിയില്ല. ഒരു കാര്യം അപ്പൊ വേണ്ടത് ഫസ്റ്റ് ഫിലിമാണ്, ഡെബ്യൂ മൂവിയാണല്ലോ. നമ്മളിപ്പോൾ നായികമാരെ കാണാൻ ഒരുപാട് സിനിമകളിൽ വളരെ ചാർജിങ്ങായി അങ്ങനെയുള്ള ആക്ടേഴ്സ് തന്നെയാണ്. പക്ഷെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് മാർക്കോട് എപ്പോഴും മാർക്കോട് യൂസ് ചെയ്യുന്ന വെഡിങ് ബ്രൂട്ടൽ മേക്കപ്പ് ആണ് നിങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സിനിമയിൽ ഏതെങ്കിലും സിനിമയിലെ നായികനാണ് പ്രതീക്ഷിക്കുന്നത്, അതോ ഈ മാർക്കോട് കാണുന്ന ഒരു വെഡിങ് ഷെറ്റ് അങ്ങനെ ഒരു ഡ്രസ് നായികനാണ് പ്രതീക്ഷിക്കുന്നത്? എല്ലാ ഷെയ്ഡ്സും in all kinds of ways. രണ്ടുമുണ്ട്. ഇമോഷണൽ ആസ് it's a complete package. Bloodshed, violence, emotions, brotherhood, എല്ലാം ഉണ്ട്. So ബാക്കി I think you can discover it on 29th December. നമ്മുടെ എല്ലാത്തിലും ഹൈപ്പ് വന്നിട്ട് നമ്മളെ നിരാശപ്പെടുത്തുകയാണ്. ഈ മാർക്കോ നമ്മളെ നിരാശപ്പെടുത്തുക അതോ ചോരക്കളിയാവും? അങ്ങനെയാണല്ലോ പറയുന്നത്. സർട്ടിഫിക്കറ്റ് ആയിട്ടോ കുറച്ച് വയലൻസ് ഉള്ള സിനിമയാണ്. സോ മലയാളത്തിൽ അങ്ങനെ ഒരു സിനിമ നമുക്ക് ഇതൊരു ബെഞ്ച് മാർക്കായിട്ട് ചെയ്യാൻ പറ്റട്ടെ എന്നുള്ള രീതിയിൽ എല്ലാവരും ആസ് എ ഹോൾ ടീം എല്ലാവരും അതിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് എ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്, ഇറ്റ്സ് എ സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്ന് പറയും. സോ യു വോണ്ട് ബി ഡിസപ്പോയിന്റഡ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു കാര്യം, ഒരു പാട്ട് പാടാൻ മാർക്കൊരു പാട്ടുണ്ട്. പേരെന്താണ്? ആരാണ്? നമുക്ക് കുറച്ച് ചോദ്യോത്തരത്തിൽ കഴിഞ്ഞിട്ട് പോലെ പാട്ട് പോകുമ്പോ പോലെ. ഞാനിവിടെ കോളേജിൽ മുമ്പ് വന്ന് എന്റെ പാട്ട് കേട്ടിട്ടുണ്ടോ തോന്നുന്നു. ഇല്ലേ? നിന്നെ കേട്ടാൽ നിൽക്കുകയല്ല. പുതിയ പിള്ളേരല്ലേ കേട്ടിട്ടില്ല? പുതിയ പിള്ളേരല്ല. ഞാൻ വന്നത് 2 വർഷമായി തോന്നുന്നു. അറിയില്ല. അതെ അതെ. പോകുമ്പോൾ പാടാം. ഏറ്റവും വയലൻസ് പറയുന്നത് കില്ലോ ആണെങ്കിലാണല്ലോ. അപ്പൊ ഈ മോസ്റ്റ് വയലൻസ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത്. മലയാളത്തിൽ നിന്ന് നമുക്ക് ഇങ്ങനൊരു സംഭവം മുമ്പിലോട്ട് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ മലയാളികളല്ലേ കൊണ്ടുപോകണം. അല്ലേ?